ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു വാർത്ത തന്നെയാണ്. അമേരിക്ക തന്നെയാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം. ഇറാന്റെ നിഴൽ സംഘടനകൾ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയേക്കാം എന്ന് US മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ ഭാഗമായി ലോകത്തെമ്പാടുമുള്ള ഇസ്രായേൽ എംബസിക്ക് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. എന്തും നേരിടാൻ ഇസ്രായേൽ സൈന്യത്തിന് ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു. റിസർവ് സൈനികരോടും തയ്യാറായിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സൈന്യ ഉദ്യോഗസ്ഥന്മാരുടെ അവധികളെല്ലാം വെട്ടി കുറച്ചിരിക്കുന്നു. ഈ ആഴ്ച തന്നെ ആക്രമണം ഉണ്ടാകും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാന്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരടക്കം 13 പേരെ സിറിയയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഇതിനൊരു പ്രതികാരം ഉണ്ടാകുമെന്ന് അന്നേ പറഞ്ഞിരുന്നു. ഏതായാലും വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ലോകത്തെമ്പാടുമുള്ള ഇസ്രായേൽ എംബസികൾക്ക് സുരക്ഷ ശക്തമാക്കുകയാണ്. രാജ്യത്തിനകത്തും പുറത്തും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ. ഒപ്പം തന്നെ ഈ സൈനിക ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ അവധികൾ റദ്ദാക്കുകയും അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെയും ഇസ്രായേൽ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് ഇത് ഇറാൻ നേരിട്ടുള്ള അറ്റാക്കിന് പുറമെ ഇറാന്റെ തന്നെ നിഴൽ സംഘടനകൾ അനവധിയുണ്ട്. ആ ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.